ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെഗുലർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സുമായി ബന്ധപ്പെട്ടും ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ട്. സോ ബേസിക്കലി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ എക്സ്ട്രാ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ എല്ലാവിധ എഡ്യൂക്കേഷണൽ ആയിട്ട് ചെയ്യുന്ന ഓരോ കോഴ്സുകൾക്കും ഒരു പ്രിസ്ക്രൈബ്ഡ് ക്രെഡിറ്റ് ഉണ്ട്. ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബാങ്ക് സിസ്റ്റം പോലെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഒരു ABC സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. സോ നിങ്ങൾ എന്തിന്റെ കാര്യത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ ABC ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ട്, ക്രെഡിറ്റ്സ് എത്രത്തോളം ക്രെഡിറ്റ് പോയിന്റ് ഉണ്ട്, ഈ ഡേറ്റകൾ മുഴുവൻ അവർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഡിജി ലോക്കർ എന്ന് പറയുന്നത് നിങ്ങളുടെ വേരിയസ് സർട്ടിഫിക്കറ്റുകൾ ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ്. അത് എല്ലാ സർട്ടിഫിക്കറ്റിനും എല്ലാ വർഷത്തെയും ഇല്ല. മജോറിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. ഇതെങ്ങനെയാണ് രണ്ടും ആക്സസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ക്രോമിന്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഡിജി ലോക്കർ എന്നടിക്കാം. ഡിജി ലോക്കർ എന്ന് അടിച്ചു കഴിയുമ്പോൾ എ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ഫോർ പേപ്പർലെസ് ഡോക്യുമെന്റേഷൻ പർപ്പസ്. സോ ഇതിനകത്ത് നോക്കി ഇപ്പം CBC, ഡയഗഡ്, ആന്ധ്രാപ്രദേശ് ഓപ്പൺ സ്കൂൾ യൂണിവേഴ്സിറ്റിയുടെ ഡിഫറെന്റ് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇതിനകത്ത് നിങ്ങൾ ലോഗിൻ ആൻഡ് രജിസ്റ്ററിൽ പോവുക. ലോഗിൻ ആൻഡ് രജിസ്റ്ററിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സോ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളൊരു പിന്ന് ജനറേറ്റ് ആയിട്ട് വരും. ആ പിന്നാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ആ പിൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ആവുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ഡിജി ലോക്കർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ യുവർ ഇഷ്യൂഡ് ഡോക്യുമെന്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിച്ചത്, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ പഠിച്ച തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾ തമിഴ്നാട് അല്ലെ കർണാടകയിലാണെങ്കിൽ കർണാടകയിൽ ഓപ്പൺ ചെയ്യുക. കർണാടക ഓപ്പൺ ചെയ്യുക. കർണാടകയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഇതിനകത്തുണ്ട് എങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്താൽ അവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പം അതിൽ ഉണ്ടാവും. അതിനകത്തേക്ക് നിങ്ങൾ ഏത് ഇയറിലാണോ പാസ് ഔട്ട് ആയ ഈ കറസ്പോണ്ടിങ് ഇയറിനകത്ത് ഏതിനകത്തേലും ആണെങ്കിൽ ആ ഇയർ സെലക്ട് ചെയ്യുക. ആ ഇയർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞ് ഗെറ്റ് ഡോക്യുമെന്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡാറ്റ അതിനകത്തേക്ക് ഫെച്ചായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഫെച്ചായി ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും ആഡ് ചെയ്യും. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ABC ID അല്ലെങ്കിൽ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. സോ abc.gov.in കൊടുത്തു കഴിയുമ്പോൾ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് കിട്ടും. ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് ലോഗിൻ ആൻഡ് രജിസ്റ്റർ. അതിനകത്ത് സ്റ്റുഡന്റ് രജിസ്റ്റർ ചെയ്യാം. സ്റ്റുഡന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സൈനപ്പ് പോവുക. സൈനപ്പ് പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു OTP വരും. അതിനുശേഷം ഐഡന്റിറ്റി ടൈപ്പ്, നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കുക. നിങ്ങൾക്ക് ഒരു പിൻ 6 ഡിജിറ്റ് വരുന്ന ഒരു പിന്നാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. പിന്ന് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഈ പിന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 3 രീതിയിൽ ആക്സസ് ചെയ്യാം. ഒന്നെങ്കിൽ മൊബൈൽ നമ്പറും പിന്നും വെച്ച് ആക്സസ് ചെയ്യാം, യൂസർ നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ അതേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് ID ആണ് വെരിഫിക്കേഷൻ കൊടുത്തത്, ആധാർ ആണോ, പാൻ കാർഡ് ആണോ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, ആധാർ ആണോ കൊടുത്തത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഞാനിവിടെ മൊബൈൽ നമ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ എന്താണോ പിന്ന് കൊടുത്തിരിക്കുന്നത് ആ പിൻ എൻ്റർ ചെയ്യുക. ഐ കൺസെന്റ് ഫോർ ദ ടൈം ഓഫ് യൂസ് ആക്സസ് കൊടുക്കുക. ആക്സസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് ഓപ്പൺ ആവും. നിങ്ങളുടെ ഡോക്യുമെന്റ് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് പോയിന്റുകൾ അക്യുമുലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ് എന്നുള്ളത് അല്ലെങ്കിൽ NCRF വെയിറ്റേജ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും ഇല്ലെങ്കിൽ പോയിന്റുകൾ ആക്സസ് ആവത്തില്ല. ഇങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സും അല്ലെങ്കിൽ ഡിജി ലോക്കറുമായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.